ഇവർ പറഞ്ഞതിനേക്കാളും എത്രയോ അതിൻ്റെ ഇരട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലീഡായിരിക്കും. ബാക്കിയൊന്നും അങ്ങനെ പറയാൻ സാധിക്കില്ല. നമുക്ക് 500 വോട്ട് കുറവ് തന്നെ. പക്ഷേ ആ കുറവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെ ശരിയായ രീതിയിൽ പരിശോധിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ അടിത്തറ വ്യക്തമാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. 58-ൻ്റെ ഒപ്പം ഒന്നും കൂടി 59ആയി. പിന്നെ ഈ പറയുന്ന പോലുള്ള വളരെ ചെറിയ മാർജിനുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്ക് കൂട്ടിയാൽ അതും മാറും. ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ കണക്ക് കൂട്ടിയിട്ടാണ്. ജില്ലാ പഞ്ചായത്താണല്ലോ രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ടത്. ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്ക് കൂട്ടിയാൽ ഇതിൽ നിന്ന് നല്ല മാറ്റം വീണ്ടും വരും. എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഭദ്രമായിട്ട് തന്നെ നിൽക്കുന്നു എന്നാണ് എല്ലാ പ്രചാരവേലയും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലും പറയാതെ മനോരമ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില ജില്ലകളിൽ മധ്യ കേരളം, അതുപോലെ തന്നെ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലുണ്ടായ പരാജയം സംബന്ധിച്ച് ആഴത്തിലുള്ള പഠനം നടത്തേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗം അങ്ങനെ തന്നെ ഞങ്ങൾക്കെതിരായിട്ട് മാറിപ്പോയി എന്നൊന്നും പറയാൻ സാധിക്കുന്നില്ല. കാരണം മലപ്പുറം ജില്ലയിലെ വോട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ 10 ലക്ഷം വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അത് ചെറിയ വോട്ടല്ല, 10 ലക്ഷം വോട്ട്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ സാമുദായിക വിഭാഗങ്ങൾക്കിടയിലും താരതമ്യേന നല്ല വോട്ട് നേടാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്താൽ 1,75,000 വോട്ടാണ് കോർപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. അവിടെ BJPക്ക് 1,60,000 വോട്ടേ ഉള്ളൂ. 1,25,000 വോട്ടാണ് UDFന്. ഇപ്പോൾ വോട്ടിൻ്റെ കണക്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഈ കോർപ്പറേഷനിലും നല്ല മുൻകൈയുള്ളത്. ജില്ലയെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 4 മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാം ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത്. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ 41 വാർഡിൽ ഡിവിഷൻ അവിടെ UDFന് വളരെ ചെറിയ വോട്ട്, 1000-ൽ കുറവായ വോട്ടേ ഉള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ന് പറഞ്ഞാൽ പരസ്പരം ധാരണയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തെ ഞാൻ അന്ന് പറഞ്ഞതാണ്. പരസ്യമായും രഹസ്യമായും ചില നീക്കങ്ങൾ കൂടി ചേർത്തിട്ടാണ് യഥാർത്ഥത്തിൽ BJPയെ ഈ എണ്ണത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ ചെറിയ വോട്ടിന് 10, 50, 60, 40, 30, 35 വോട്ടിനൊക്കെ ഞങ്ങളുടെ 6 സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യം വളരെ ഗൗരവപൂർണമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മധ്യ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലും മലപ്പുറം ജില്ലയിലും ഒക്കെ നമുക്ക് നല്ല തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടി ഉൾപ്പെടെ എല്ലാം ഗൗരവപൂർവം ഫലപ്രദമായ രീതിയിൽ പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തി മുമ്പോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും ഈ മാസം തന്നെ ചേർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചേർന്ന് പരിശോധിച്ച് ഓരോ ജില്ലയിലും ഓരോ ഏരിയയിലും ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായിട്ട് പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തണം എന്നാണിപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ മികച്ച പ്രവർത്തനം ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം എന്തുകൊണ്ടുണ്ടായി എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്.